ഹായ് ഗായ്സ്, വെൽക്കം ടു ഏസ് ടേൽസ്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ വന്നിരിക്കുകയാണ്, ആരൊന്നും പേടിക്കേണ്ട. ഒരു ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ, സിമ്പിളായിട്ട് എങ്ങനെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. നമ്മൾ ആക്ച്വലി ഇപ്പോൾ പുറത്ത് വന്നിട്ടാണ് ചെറിയ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മീമി ഞാൻ 2 സ്റ്റൈലിങ് ചെയ്യായിരിക്കും, മേ ബി ഒരു സ്റ്റൈലിങ് ചെയ്യായിരിക്കും, അതിൻ്റെ മൂഡ് പോലെ ഇരിക്കും. അപ്പോൾ ഒരു ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ, പെട്ടെന്ന് എങ്ങനെ ഒന്ന് സഡനായിട്ട് പുറത്ത് പോകുമ്പോൾ എങ്ങനെ റെഡി ആവാം എന്നൊരു ലുക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലുക്കിൽ നിന്നും നമുക്ക് ഈ ഒരു കോലത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തിയെന്ന് കാണിക്കണ്ടേ. അപ്പോൾ തുടങ്ങിയാലോ, കമാൺ. അതിനെ ഞാൻ ഒന്ന് കുളിച്ചിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്, അതാണ് തന്നെ പറയണല്ലോ. എന്നിട്ട് നമുക്ക് ലിപ് ബാം യൂസ് ചെയ്യാം. ഇത് ബയോടെക്കിൻ്റെ ബയോഫ്രൂട്ട് എന്ന് പറഞ്ഞത് കുറേ കാര്യം മേടിച്ചിട്ട് ഏകദേശം തീർന്നു. ഇനി ഇന്ന് പോയിട്ട് ഇതൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട്, വലിയൊരു പർച്ചേസ് നടക്കുന്നുണ്ട്, അതൊക്കെ മേടിക്കണം. ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങോട്ട് നോക്കുന്നുണ്ടെങ്കിൽ അവർ കണ്ണടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് നോക്കുന്നത്. ലിപ് ബാം ഇട്ടാവും, എന്നിട്ട് മോയ്സ്ചറൈസർ. ഇതൊന്നും പ്രൊമോഷനല്ല കേട്ടോ, ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ പറഞ്ഞതാണ്. ലാക്മേയുടെ പീച്ച് മിൽക്ക് എന്ന് പറഞ്ഞൊരു മോയ്സ്ചറൈസർ, 2 drops is enough. എന്നെക്കൊണ്ട് ഇങ്ങനെ ടാബ് ചെയ്തിട്ടൊന്നും ആക്കാൻ പറ്റില്ല, കയ്യിലെ മൊത്തത്തിലാക്കുക, എന്നിട്ട് മൊത്തത്തിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. മഴയാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ഒരു പേരിന് സൺസ്ക്രീൻ ഇടാം. ഇത് എന്തെന്ന് ജാവേസ് എന്നിട്ടൊരു കമ്പനിയുടെതാണ്. ഇത് നല്ലൊരു സംഭവമാണ്. ഇത് ജെല്ലി കൈൻഡ് ഓഫ് സൺസ്ക്രീൻ, വൈറ്റ് അല്ല. സാധാരണ നമ്മൾ കാണുന്നതൊക്കെ വൈറ്റിഷ് ആണല്ലോ, ഇതൊരു ചെറിയൊരു യെല്ലോ ടിൻറ്റ് വരുന്നൊരു ഇത്തരത്തിലൊരു സൺസ്ക്രീനാണ്. ഇതും ഞാനിങ്ങനെ 3 ഫിംഗർ റൂളൊന്നും അപ്ലൈ ചെയ്യാറൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നു. പണ്ടൊക്കെ നമുക്ക് ഈ സൺസ്ക്രീൻ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുറേ ആൾക്കുള്ള സൺസ്ക്രീനൊക്കെ കൊണ്ടുവന്നത്. പക്ഷെ ആക്ച്വലി നല്ലതാണ് സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്നത്, സ്കിന്നിന് നല്ലതാണ്. സോ നമുക്കും ശീലിക്കാൻ ഡയറി സ്കിന്നിനും ഇതൊക്കെ ശീലിക്കാം. വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഡെയിലി ബേസിസിൽ ചിലപ്പോൾ ഈ കൺസീലറും കോമ്പാക്റ്റൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. ഞാൻ പൊതുവേയും അതൊന്നും യൂസ് ചെയ്യാറില്ല, ഇന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഐബ്രോ ഫിൽ ചെയ്യാം. ഞാൻ ചെയ്യുന്ന രീതിയിലാട്ടോ റെഡി ആവുന്നത്, ഒന്നും തോന്നരുത്. എനിക്ക് ഐബ്രോസ് കണ്ണൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കണ്ണാടി അടുത്തിട്ടുണ്ട്, ദൂരെയാണത്. പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ അമ്മമാരൊക്കെ ചെറിയ കുട്ടിയൊക്കെ പിരികൊക്കെ എഴുതി കൊടുക്കില്ലേ, അപ്പോഴേ ഞാൻ ഇട്ടുകൊണ്ടായിരുന്നു. പിന്നെ ഇത്രയും കാലം ഞാൻ ഈ ഐബ്രോസ് ഒന്നും ഫീൽ ചെയ്യാറ് പോലില്ല. എന്നിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് തുടങ്ങിയതാണ്. ഞാൻ തുടങ്ങിയതിന് ശേഷം എനിക്കിത് ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങൾക്ക് ഐബ്രോസ് ഫീൽ ചെയ്യാറ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാറില്ല. നെക്സ്റ്റ്, ഇത് ഏതാ കമ്പനി? ലാക്യൂ ബ്യൂട്ടി എന്നിട്ട് ഏത് കമ്പനി? ഐലൈനർ മുഖ്യമേഖല. ഓക്കെ, ഞാൻ മൊത്തമായിട്ട് ഇങ്ങനെ എഴുതാറില്ല, ഹാഫ് നിന്ന് ഇങ്ങനെ കൊണ്ടുവരേ കുറച്ചായിട്ട് ഞാനിപ്പോൾ അങ്ങനെയാണ് എഴുതാറ്. എന്താ അല്ലെങ്കിൽ ഓരോ സമയത്ത് ഓരോ പോലെയാണ്. കുറച്ച് നാൾ മുമ്പേ വരെ ഫുള്ളായിട്ട് എഴുതുമായിരുന്നു, താഴെ എഴുതാറില്ല, മുകളിൽ മാത്രമേ എഴുതാറുള്ളൂ. ഇപ്പോൾ കുറച്ചായിട്ട് ഹാഫ് മാത്രമേ എഴുതുന്നുള്ളൂ, എന്താണെന്നറിയില്ല. ഇത് ടാസ്ക്കാണ്, 2 കണ്ണും ഒരുപോലെ വരുത്താൻ ടാസ്ക്കാണ്. ചെറിയൊരു പൊട്ട. എന്നിട്ട് അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് വൈറ്റ് ആണ്. കുറച്ച് ഇങ്ങനെ എടുക്കാം, ഇച്ചിരി പൊടി എടുത്തിട്ട്, ഇച്ചിരി വേണ്ടി വന്നാൽ നമുക്കൊന്നുകൂടെ വേണം എടുക്കാം. എന്നിട്ട് കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ സൺസ്ക്രീനെല്ലാം ഇട്ടാകുമ്പോഴേക്കും ഒരു സ്കിന്നൊരു ആ ഒരു രീതിക്ക് ഉണ്ടാവുക. അപ്പം അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഇടുന്നത്. ഇത്രയേ ഉള്ളൂ, ചുച്ചുവി. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഡാസിലറിൻ്റെ ഉണ്ട്, മമാത്തിൻ്റെ ഉണ്ട്. ഏത് വേണം? നമുക്ക് മമാത്തിടാം. നല്ല റെഡാണേ. ഇതൊന്നും തോന്നരുത് ഇങ്ങനെയൊക്കെ ആയി കിടക്കുകയെന്ന് വെച്ചാൽ ഇതൊരു വർഷം ഞാൻ ഇങ്ങനെ ചില പോക്കറ്റ് ഇട്ടുള്ളിട്ട് പോക്കറ്റിന് താഴെ വീണു. എന്നിട്ട് ഈ സംഭവം ഇതിനകത്ത് വെച്ച് കിളകി വന്നു, എന്നിട്ട് അത് കുത്തി കയറ്റി വെച്ചു. പിന്നെ ഇങ്ങനെയുള്ളത് ഈ സാധനം തിരിച്ചാൽ പൊന്തൊന്നുമില്ല, പൊന്തുന്നില്ലല്ലേ, കയ്യിലൊക്കെ ആയി. മെസ്സി എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് പിഗ്മെൻറ്റ് ലിപ്പാണ്, അപ്പോൾ സെറ്റ് ചെയ്തൊക്കെ നല്ല പാടാം. കയ്യിലായത് നമുക്ക് വേണമെങ്കിൽ സൈഡിലെ പോലെ ബ്രഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനിയും കയ്യിൽ ബാക്കിയുണ്ട്, അപ്പം നമ്മൾ ഒന്നും നോക്കരുത്, ഇതൊക്കെ ആദ്യം തന്നെ ചെയ്യേണ്ടതാണ്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് തോന്നുന്ന പോലെയാണ് ചെയ്യുന്നത്. കണ്ണിന് മുകളിലും ഇതേപോലെ ഇതുപോലെയൊക്കെ ഒന്ന് ചുവപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഫൈനലായിട്ട് എന്താ ചെയ്യേണ്ടത്, ഒരു ടിഷ്യൂ എടുക്കുക,
ഞാൻ റെഡിയായി. ഇനി നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതൊന്നുമില്ല, പുറത്ത് ടൗണിൽ തന്നെ വാങ്ങിച്ചാണ്, കൂടുതലെ കുറിച്ച് പറയാമെന്നില്ല. അപ്പോൾ നമുക്ക് ഒരു ട്രഡീഷണൽ ലുക്ക് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാമല്ലേ. അത്രയൊരു സിമ്പിൾ സ്റ്റൈലിങ്. പിന്നെ ട്രഡീഷണൽ ഔട്ട്ലുക്കിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പൊട്ട്. അതിന് ഓൾറെഡി വെച്ചു. പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഒരു കമ്മൽ. അതില്ലാതെ എന്താഘോഷം. ചെറിയൊരു കുഞ്ഞു ചുമക്കാണ്. ചുമക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജുംക്കാസ്. ഓക്സിഡൈസ്ഡ് ആവും എന്ന് പറയും, മറ്റേ ഗോൾഡൻ ആണെങ്കിലും ജുംക്കാസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ജുംക്ക, പിന്നെ കയ്യിൽ ചെറിയ റിങ് ഉണ്ട്. മേബി ഞാൻ ഇറങ്ങാൻ നേരത്തെ ചിലപ്പോൾ ഒരു വാച്ച് കിട്ടുമായിരിക്കും. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, എൻ്റെ മൂഡ് അനുസരിച്ചിരിക്കും. അപ്പോൾ തൽക്കാലം ഇതാണ്. വേറെ പ്രത്യേകിച്ചൊന്നും അലങ്കൂലങ്ങളും ഒന്നുമില്ല. പിന്നെ ഒരു ചെറിയൊരു പെർഫ്യൂം അടിക്കുമായിരിക്കും, അത് ഇറങ്ങാൻ നേരത്തെ ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് ഏത് ഔട്ട്ഫിറ്റ് ആണെങ്കിലും നമുക്ക് അതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഈ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു ബാഗാണ്. ജൂക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബാഗാണിത്. ഇത് ആക്ച്വലി എൻ്റെ കാക്കാവ് ഞാൻ നമ്മളോട് പൊട്ടിച്ചു. അതിന് വേണ്ടി ഒന്നും കൂടെ ഒന്ന് അപ്പോൾ ബോക്സിൽ നിന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു ക്യൂട്ട് സിമ്പിൾ പുതിയ ലോഞ്ചാണ് വരുന്നത്. സൂക്ക് സ്ലിം ബാഗാണ്. ഇതിന് എന്തോ ഒരു പേരുണ്ട്, എന്താണോ മറന്നുപോയി. ഞാൻ എഴുതി കാണിച്ചു തരാം. ഇത് ആക്ച്വലി എൻ്റെ രണ്ടാമത്തെ സൂക്കിൻ്റെ ബാഗാണ്. സ്ലിം ബാഗ് തന്നെയാണ്. നമ്മൾ പെട്ടെന്ന് ജസ്റ്റ് ചുമ്മാ ഒരു ബ്രഞ്ചിന് വേണ്ടിയോ അല്ലെങ്കിൽ ജസ്റ്റ് ലഞ്ചിന് വേണ്ടിയോ ചുമ്മാ ജസ്റ്റ് ഔട്ടിങ്ങിന് വേണ്ടിയൊക്കെ പുറത്ത് പോകുമ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട പെൺപിള്ളേരാണല്ലോ, അത്യാവശ്യം നമുക്ക് വേണ്ട കുറച്ച് മേക്കപ്പോ ലിപ്സ്റ്റിക് കോമ്പാക്ട് അതുപോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. വാച്ച് വാളറ്റ് ഒക്കെ ഇതിനകത്ത് കൊള്ളും. അപ്പോൾ അങ്ങനത്തെ ഒരു ബാഗാണിത്. സിമ്പിൾ ഒരു തുറക്കുക. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഈ ഡിസൈൻ ഈ പാറ്റേണിനകത്ത് ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. അങ്ങനെ ഒരു സിമ്പിൾ സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ ഇത് സിപ്പ് ഓപ്പൺ ചെയ്താൽ മൊത്തത്തിലൊരു കമ്പാർട്ട്മെൻ്റ് ആണ്. ഇതിനകത്ത് ചെറിയ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. പിന്നെ ഇവിടെയും ചെറിയൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ബാക്കിലൊന്നുമില്ല, ജസ്റ്റ് പ്ലെയിൻ ആണ്. ഡിസൈനാണ് ഈ ഫ്രണ്ട് പോർഷനിൽ കൊടുക്കുന്ന ഡിസൈനാണ്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടെ. ഓക്കെ, അപ്പോൾ ചെറിയ സംഭവത്തിൽ നമുക്ക് മിറർ ഇടാം. പിന്നെ എനിക്ക് ഒരു ലിപ്സ്റ്റിക്ക്, പിന്നെ കാച്ചു. പിന്നെ ഫോൺ ഇതിനകത്ത് വെച്ചു, ക്ലോസ് ചെയ്തു. Zook is a proudly Indian 100% vegan brand. അവരുടെ ക്ലാസിക് ഡിസൈൻസ് അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ബാഗ്സ്, ചപ്പൽ എല്ലാം ഉണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഇൻ കേസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ എക്സ്ട്രാ 10% ഓഫും കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ലവ് ആൻഡ് പീസ്.